ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് ഫാം റെഡിയാക്കാൻ പോകണേ ഓക്കെ. കാരണം നിങ്ങൾക്ക് എൻ്റെ ലൈഫ് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ 2 ഹാർട്ടേ ഉള്ളൂ, 2 ഹങ്കർ ഇപ്പോൾ തന്നെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ അതാണ് ഗൈസ്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഗോള്. നമുക്ക് അതിന് ആവശ്യമായിട്ട് കുറച്ച് റീസോഴ്സൊക്കെ ആവശ്യമുണ്ട് ഗൈസ്. ആ റീസോഴ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പോകണം. ഇത് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഒരു അത്യാവശ്യം നല്ലൊരു നമുക്ക് ഇപ്പോഴത്തേക്കൊരു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഇതാണ്, ഒരു ഫാമാണ്. എന്തായാലും ആ ഫാം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് റീസോഴ്സ് വേണം നമുക്ക്. ആ ഒരു റെഡ് സോണൊക്കെ വെച്ചിട്ട് റിപ്പീറ്ററൊക്കെ ഉണ്ടാക്കണം, പിന്നെ പിസ്റ്റണൊക്കെ വേണം. അത് കുറച്ച് ഇതാണ്. നമുക്ക് നമ്മുടെ അടുത്തൊരു കേവ് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മറ്റേ ആൻഡസൈറ്റൊക്കെ മൈൻ ചെയ്യാൻ പോയ കേവിൽ നിന്ന് നമുക്ക് കുറച്ച് റെഡ് സോൺ മൈൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു സ്റ്റാക്ക് 2 സ്റ്റാക്കൊക്കെ മതിയാവും. 2 സ്റ്റാക്കൊന്നും വേണ്ട, ഒരു 1/2 സ്റ്റാക്കൊക്കെ മതിയാവും. നമുക്കൊരു 12 റിപ്പീറ്ററാണ് ആവശ്യം. അത്രയൊക്കെ മതിയാവും. നമുക്ക് അത്ര ഒന്ന് ഒപ്പിക്കാം. നമ്മുടെ അടുത്തുള്ള ആ കേവിലൊന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കൂടുതലും ഡയമണ്ട് കിട്ടുവാണെങ്കിൽ ഒന്ന് എടുക്കാൻ പറ്റും നോക്കാം. ഈ ഡീപ്സിൻ്റെ ലെവൽ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഡയമണ്ടൊക്കെ ഇരുന്ന് സ്പോണാവും. അപ്പോൾ അതും കൂടിയും കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമുക്ക് ആ കേവ് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ബ്ലോക്ക് മതിയാവും. കുറച്ച് ടോർച്ചും ഒരു പിക്കാക്സും സോഡും മതി. നൈറ്റ് ആയില്ല, ഒന്ന് ഉറങ്ങട്ടെ. ഇത്രയൊക്കെ മതിയാവും നമുക്ക്. ആ ഒരു കേവിലോട്ട് ഇറക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. വല്ലതും കിട്ടിയാൽ കിട്ടി. ആ റെഡ് സ്റ്റോൺ ഉറപ്പായിട്ടും കിട്ടും ചേച്ചി. റെഡ് സ്റ്റോൺ നമുക്ക് ഒരു സ്റ്റാക്ക് 1/2 സ്റ്റാക്കൊക്കെ എടുക്കാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓറ് പൊട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 4-5 എണ്ണം കിട്ടും. അതാണ് എൻ്റെ കാരണം. നമുക്ക് ഈ കേവിലിറങ്ങി ഇറങ്ങി നോക്കാം. ഞാനെന്നാൽ ഡീപ് സെറ്റ് മൈൻ ചെയ്യാൻ പോയപ്പോൾ 2-3 റെഡ് സ്റ്റോണൊക്കെ അവിടെ ഇരിക്കണുണ്ടായിരുന്നു. റെഡ് സ്റ്റോണിൻ്റെ ഓറ് നമുക്ക് അതും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് നോക്കാം. ഞാൻ ഒരു കേവിലൊന്ന് എത്തട്ടെ. അയ്യോ, ഓക്കെ, ഞാനിങ്ങ് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പെട്ടെന്നായിരിക്കണം കേസ് എല്ലാം. അയ്യോ, എന്തോ സൗണ്ട് കേൾക്കുന്നേ. ഇവിടെ സ്കെലട്ടൺ ഉണ്ടെന്ന് തോന്നുന്നു. ക്രൗഡ് ചെയ്തു. ഇവിടെ ഒരു റെഡ് സ്റ്റോൺ ഉണ്ട്. നമുക്കത് പെട്ടെന്ന് മൈൻ ചെയ്തെടുത്തേക്കാം. ഓ, 5 എണ്ണം കിട്ടുള്ളൂ. കൊടുക്കോ. നമ്മുടെ കയ്യിൽ ഞാൻ മേളോട്ട് പോയിട്ട് കുറേ ഷീൽഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം. അയ്യോ, വിച്ച് കൊടുക്കും. അമ്മമാരുടെ ആ ഒരു പോർഷനുണ്ട്. അമ്മമാരത് എറിഞ്ഞ് തന്നെ നോക്കൗട്ട് ചെയ്യും കേസതാണ്. ആ ഒരു ഗോൾഡൊക്കെ ഇരിക്കുന്നല്ലേ. അതേ ആ ഒരു റെഡ് സ്റ്റോൺ എടുക്കുന്നു. റെഡ് സ്റ്റോൺ. അയ്യോ, ഓടാ, എന്നെ താഴേക്ക് വിടില്ലല്ലേ. വിട്ടു. മേളിലെല്ലാം ഉണ്ടോ? ഇവിടെ ലൈറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ. അയ്യോ, ഓക്കെ, എൻ്റെ കയ്യിലിപ്പോൾ ഫുഡൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ ആകെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സർവൈവ് ചെയ്യണേ. 12 എണ്ണം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. കൂടുതലായി, 12 എണ്ണത്തിൽ കൂടുതലായി കേട്ടോ. നമ്മൾ വന്ന വഴി ഏതായിരുന്നു? ദൂരെ ഡയമണ്ട് ഇരിക്കുന്നു. ഡയമണ്ട് അങ്ങനെ നമ്മുടെ ഡയമണ്ട് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് അതൊന്ന് മൈൻ ചെയ്തെടുക്കാം. ദൂരിക്കുന്ന ഡയമണ്ട് കേറുന്ന അങ്ങോട്ട് പെട്ടെന്ന് പോയി എടുക്കാതെ. ഈ ഇരിക്കുന്ന എൻ്റെ സീരീസിലെ ആദ്യത്തെ 2 ഡയമണ്ട് ഞാൻ അതൊന്ന് പെട്ടെന്ന് മൈൻ ചെയ്തെടുക്കട്ട്. ഈ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. എനിക്ക് റെഡ് സ്റ്റോൺ തപ്പി ഇറങ്ങി എനിക്ക് 2 ഡയമണ്ട് കിട്ടി. എന്നാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റേ ഇവിടെ പോകാലോ, നെതറിൽ. എൻ്റെ അടുത്ത് വല്ലതും ഉണ്ടോ? അടുത്തൊരെണ്ണം കൂടി ഉണ്ടെന്ന് പറ. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വേറെ ഡയമണ്ട് ഒന്നും കാണുന്നില്ല. എന്നാൽ നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ട് നമുക്കൊരു 12 റിപ്പീറ്റർ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഈ വീട്ടിലോട്ടുള്ള വഴി ഞാൻ മറന്നുപോയല്ലേ. ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ എന്തായാലും റെഡ് സോൺ മൈൻ ചെയ്യാൻ ഇറങ്ങിയത് വെറുതെ അല്ലേ. എനിക്ക് റെഡ് സോണും കിട്ടി, അതിൻ്റെ ഒപ്പം തന്നെ 2 ഡയമണ്ടും കിട്ടി.
വട്ടയില ഡയമണ്ട് നമുക്ക് ഇതിനകത്ത് വെച്ചിരിക്കാം. നമുക്കന്ന് അടുത്ത എപ്പിസോഡിൽ ഒരു ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് നെതറിൽ പോകാം ഗൈസ്. നമുക്ക് ഇനി കുറച്ച് വുഡ് വേണം. ആ റിപ്പീറ്ററിൻ്റെ റെസിപ്പി എനിക്കറിയില്ല. ആ റിപ്പീറ്ററിൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഒരു 12 റിപ്പീറ്റർ ഞാൻ ക്രാഫ്റ്റ് ചെയ്തോട്ട്. ഓക്കെ, ഞാൻ 8 റിപ്പീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്, 8 പിസ്റ്റൺ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ 2 ടോർച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പിസ്റ്റൺ അല്ല, നമുക്ക് സ്റ്റിക്കി പിസ്റ്റണാണ് ആവശ്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ലൈം ബോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പിസ്റ്റൺ ഉണ്ടാക്കിയേക്കണേ. ഞാൻ അത് ഉണ്ടാക്കാൻ നേരത്ത് കേവി പോയി കുറച്ച് സ്ലൈമിനൊക്കെ വന്നിട്ട് ഞാൻ അത് സ്റ്റിക്കി പിസ്റ്റൺ ആക്കിക്കോളാം. പിന്നെ എനിക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൂടുതലുള്ളത് സ്റ്റോൺ ബ്രിക്കാണ്, അപ്പോൾ നമുക്ക് സ്റ്റോൺ ബ്രിക്ക് എടുക്കാം. പിന്നെ പിന്നെ പെൻസ് വേണം. വേറെ ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സീഡാണ് ആവശ്യം. സീഡ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ആ ആ ഫാം ഉണ്ടാക്കണ ചെറിയൊരു സ്പീഡിൽ നിങ്ങളത് പോയി കണ്ടിട്ട് വാ. A few moments later. എൻ്റെ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇനിയുള്ള നമ്മുടെ വീറ്റ് ഫാം. ഇതൊരു ചെറുതാണ്. ഇത് പിന്നെ അതിൻ്റെ ചുറ്റുപാടൊക്കെ കണ്ടോ. ഇത് ഞാൻ വലുതായിട്ടൊന്നും ചെയ്യാൻ നിന്നില്ല. ഇതിൻ്റെ ചുറ്റുപാടത്തോട് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. ഇതായിരിക്കും ഇനി മുതലുള്ള നമ്മുടെ ഒരു കുട്ടി വീറ്റ് ഫാം, നമ്മുടെ ഒരു മെഗാ വീറ്റ് ഫാം വരുമായിരിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ചേച്ചി. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലിവർ വലിക്കും. അപ്പോൾ ഈ ലിവർ വലിക്കുമ്പോൾ ഈ ബ്ലോക്ക് താഴേക്ക് പോകുമ്പോൾ ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ഒഴുകി ഈ വീറ്റിനെ ഇവിടുത്തെ തന്നെ പറഞ്ഞിട്ട് ഈ വീറ്റ് ഇങ്ങനെ വന്ന് ഈ ഹോപ്പറിൽ വരും. ഈ ഹോപ്പർ ഈ ചെസ്സിലേക്ക് തള്ളും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഞാൻ അത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ആക്സ് ഇട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ആക്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഹോപ്പറും ഈ ചെസ്സിലേക്ക് എൻ്റെ ആക്സ് കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും ഈ വീറ്റ് ഇവിടെ വന്നിട്ട് വർക്കാവണേ. ഇത് കണ്ടേ, ഇതൊരു ലെയറായിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഇതൊരു ലെയർ അതൊരു ലെയർ, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കണത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ ബ്ലോക്കൊക്കെ വെച്ച് നിറച്ചേക്കുവാണ്. ഞാൻ നിറച്ചല്ല, ഇത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഞാൻ ഇതൊക്കെ മൈൻഡ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഇച്ചിരി കൂടി ഡെക്കറേറ്റ് ചെയ്യും. അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തു. നിങ്ങൾക്കറിയാം, ഇത് ലെറ്റ്സ് പ്ലേ ആണ്. ചുമ്മാ ഉണ്ടാക്കിയിട്ട് ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്കറിയാം, ഇത് ലെറ്റ്സ് പ്ലേ ആണ്, സർവൈവൽ സീരീസ് അല്ല. സർവൈവൽ സീരീസിലാണ് നമ്മൾ സർവൈവ് ചെയ്ത് സെറ്റാക്കണേ. നമ്മൾ സർവൈവൽ സീരീസിൽ സർവൈവ് മാത്രമേ ചെയ്യുള്ളൂ. വലിയ ബിൽഡിങ്ങിലൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യില്ല. ഇതിനകത്ത് നമ്മൾ ബിൽഡിങ്ങിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണേ. അതാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം ഡെക്കറേറ്റ് ചെയ്താണ് ഉണ്ടാക്കാൻ നോക്കണേ. ഇത് വലിയ കുഴപ്പമില്ല. ഈ ഫെൻസൊക്കെ ഞാൻ പല കളറിലുള്ള ഞാൻ വെച്ചേക്കണേ. അതിപ്പോൾ അങ്ങനെ ഇരുന്നോണ്ട് ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്യാൻ നേരത്തെ എല്ലാം സെറ്റ് ആക്കിക്കോളാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചേച്ചി, ഞാൻ ഈ ലിവർ വലിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഈ വീറ്റിനെ കൊണ്ടുപോയി ഹോപ്പറിൽ തള്ളും. ആ ഹോപ്പർ വീറ്റിനെ മൊത്തം എടുത്ത് ആ ചെസ്സിലേട്ടും തള്ളും. അതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞ സാധനം തന്നെ. പിന്നെ ഞാൻ എൻ്റെ അയൺ ആർബർ ടൂൾസ് ആയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു ഗോളായിരുന്നു. ഞാൻ അത് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് ബോറാവുമെന്ന് ഓർത്ത് ഞാൻ അത് ഓഫ് ക്യാമറയിൽ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.